ഹേ ഗൈസ്, അപ്പോൾ ഇടുക്കി ജില്ലയിൽ 2 ബ്ലോഗേഴ്സായി. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമാലി ഫെസ്റ്റാണ്. അടിമാലി ഫെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൂന്നാറിന് ഇറങ്ങുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അടിമാലി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവുക. 12-ാം തീയതി വരെ ഉണ്ട്. നൈസ് പരിപാടിയാണ്. അവിടെ മറ്റേ സെറ്റപ്പായിട്ട് ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വരിക. അപ്പോൾ രാത്രിയാണ് പരിപാടി തുടങ്ങുന്നത്. പിന്നെ ഈ നട്ടക്കുണ്ണം വെയിലത്ത് ഡിങ്കിന് ഭ്രാന്തൊന്നുമല്ല ഗൈസ്, ഡിങ്കിന് ഭ്രാന്തൊന്നുമില്ല, ഡിങ്കിൻ്റെ കൂട്ടുകാരന്മാർക്കാണ് ഭ്രാന്ത്. പിന്നെ രാത്രി ഞാൻ പോയിട്ടുണ്ടായിരുന്നു, മറ്റേ ഇതുണ്ട് ഷോട്ട് സെറ്റപ്പാട്. നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് വരിക. പിന്നെ രാത്രിയാണ് സെറ്റപ്പ്, രാത്രിയാണ് എല്ലാം ഓണാവുള്ളൂ. പിന്നെ ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. ആൾക്കാരുടെ സെറ്റപ്പാണിത്. ആൾക്കാരൊക്കെ ഒന്ന് അറിഞ്ഞ് നിൽക്കുകയാണ്. അടിമാലി ഫെസ്റ്റാണ്, സെറ്റപ്പ് പരിപാടിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് പോവുക. നിങ്ങൾക്ക് മൂന്നാറും കാണാം, അടിമാലി ഫെസ്റ്റും കൂടെ. പിന്നെ മെയിൻ നമുക്ക് മീനാണല്ലോ. എൻ്റെ ബ്ലോഗിൽ ഒരു ഷോട്ട് അല്ലെങ്കിൽ ഒരു ഷോട്ട് മീനിൻ്റെ എന്തായാലും കാണിച്ചിരിക്കും. കാരണം അത്ര ഇഷ്ടമാണ് ഗൈസ് ഡിങ്കിന് മീനെ. അലിഗേറ്റർ കാറും ഉണ്ടായിരുന്നു, അതിനെടുത്തോണ്ട് പോകണമെന്ന് ഡിങ്കിന് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ അവന്മാർക്ക് അതിനകത്തിരുന്ന് ആടി സുഖം പിടിച്ചു പോയി. അതെന്താണ് അവരെ എണീക്കാത്തത്. പിന്നെ അവിടെ പിള്ളേർ പ്രാക്ടീസൊക്കെ ചെയ്യണ്ടായിരുന്നു. രാവിലെയാണ് പിള്ളേർ പ്രാക്ടീസ് ചെയ്യേണ്ടത്. രാത്രി ഇവിടെ സ്റ്റേജ് പരിപാടി ഉണ്ടാവും. പിന്നെ അവിടെ സിമെൻറ്റും കൊണ്ട് ഒരു ഗുഹ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗുഹയിലൊക്കെ ഒന്ന് കയറുക കേട്ടോ. പിന്നെ ഞാൻ ഗുഹയിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരു തേങ്ങയിലായിരുന്നു അതിനകത്ത് കാണാൻ. സ്റ്റാളിൽ തന്നെ ഈ പൂക്കളും അതിൻ്റെയൊക്കെ വിത്തുകളും പിന്നെ അത് മേടിക്കാൻ പറ്റുന്ന സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്രാന്തം കിടന്ന് വെയിലത്തിരുന്നാണ്. ഇതുപോലത്തെ പ്രാന്തന്മാരുടെ കൂടെയാണ് ഈ ഡിങ്ങൻ നടക്കുന്നത്. പിന്നെ കൊല്ലത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനെ ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞു, അതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.